എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. ഇന്ന് നമ്മുടെ 22ാമത്തെ ക്ലാസ് ആണ്. നമ്മുടെ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെക്ക് ചെയ്യുകയോ ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കാണാനായിട്ട് സാധിക്കും. അതിൽ 22ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ പ്രോഡക്റ്റുകളും സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കമ്മീഷൻ ആ കമ്പനി ജനറേറ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു കമ്മീഷൻ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡുകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ എല്ലാവരും നമ്മളിൽ നിന്ന് അങ്ങ് വാങ്ങത്തില്ല. അപ്പോൾ ഒരു ട്രസ്റ്റ് ഫാക്ടറൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ ടൂൾസ് നമ്മൾ ഉപയോഗിക്കണം, എന്തൊക്കെ രീതിയിലുള്ള മെത്തേഡുകൾ നമ്മൾ അപ്ലൈ ചെയ്യണം, എങ്കിലാണ് നമുക്ക് നല്ലൊരു റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്ലൂ ഹോസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ വാങ്ങി വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ബ്ലൂ ഹോസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വേർഡ്പ്രസ് സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 പ്ലാറ്റ്ഫോമാണ് ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ബേസിന് വേണ്ടി നിങ്ങൾക്ക് ബ്ലൂ ഹോസ്റ്റിനെ സമീപിക്കാം. അതുകൂടാതെ തന്നെ ബ്ലൂ ഹോസ്റ്റിൽ നിന്ന് നിങ്ങളൊരു ഹോസ്റ്റിംഗ് മാത്രം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ഹോസ്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് ഒരു വർഷത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡൊമൈൻ അവൈലബിൾ ആണെങ്കിൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു വർഷത്തേക്ക് ലഭിക്കും. അതുകൂടാതെ 24/7 സപ്പോർട്ട് അവരുടെ ഉണ്ട്. ലൈവ് ചാറ്റ് സപ്പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ കോൾ സപ്പോർട്ടും ഉണ്ട്. പിന്നെ CDN അതുപോലെ തന്നെ SSL സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും എടുത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിന്റെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷന് വേണ്ടിയാണെങ്കിൽ CDN എന്ന് പറയുന്നത് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കാണ്. നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റുകൾ മറ്റുള്ള ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്ത് വരാൻ വേണ്ടി ഈ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ബ്ലൂ ഹോസ്റ്റ് ഉപയോഗിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് learnwithsubin.com/bluehost എന്നുള്ള എൻ്റെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസറിൽ ടൈപ്പ് ചെയ്തിട്ട് learnwithsubin.com/bluehost എന്ന് ടൈപ്പ് ചെയ്ത് പോകാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ, നമ്മുടെ ക്ലാസ്സിനെ പറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റി ആയിക്കോട്ടെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റി നമ്മൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന കാര്യമാണ് ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആമസോൺ അഫിലിയേറ്റ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആമസോൺ അഫിലിയേറ്റിൻ്റെ ലോഗിൻ സൈനപ്പ് ലിങ്കൊക്കെ. നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലോ വെബ്സൈറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോൺ അഫിലിയേറ്റിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ ഒരു ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ടാണ്. ഓൾറെഡി ഞാൻ ആമസോൺ അഫിലിയേറ്റിൽ അത്രയും ഫോക്കസ്ഡ് അല്ല. എൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കൂടുതലും ഡിജിറ്റൽ പ്രോഡക്റ്റുകളിലായതുകൊണ്ട് ഇതുപോലെയുള്ള പ്രോഡക്റ്റുകളിലല്ല, ആമസോണിൽ എന്ന് വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ ബേസിസ് എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 24 hours ബേസിസിലാണ് നമുക്ക് ഈ ആമസോണിൽ നിന്ന് കമ്മീഷൻസ് ലഭിക്കുക. അതായത് ഒരാൾ നമ്മളുടെ ആമസോൺ അഫിലിയേറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് അവർക്ക് ആമസോൺ അഫിലിയേറ്റിൻ്റെ കമ്മീഷൻ ജനറേറ്റ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആമസോൺ അഫിലിയേറ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവരെന്ത് പ്രോഡക്റ്റുകൾ വാങ്ങിയാലും നമുക്ക് ആ 24 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കമ്മീഷൻസ് ലഭിക്കും. പിന്നെ നമുക്ക് ആമസോൺ അഫിലിയേറ്റിൻ്റെ ലിങ്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഒരു ആമസോൺ സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ആമസോണിൻ്റെ ഒരു നമുക്ക് അഫിലിയേറ്റ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആമസോൺ സൈറ്റിൽ പോയാൽ ഏറ്റവും മുകളിൽ ആമസോൺ അസോസിയേറ്റ് സൈറ്റ് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞൊരു ബാർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഏത് പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഒരു ക്യാമറയാണ്, ഇതിനെപ്പറ്റി ഞാൻ ആമസോണിൽ റിവ്യൂ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഒരു അഫിലിയേറ്റ് ലിങ്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഒരു അഫിലിയേറ്റ് ലിങ്ക് കിട്ടും. ഇത് നമ്മുടെ ആമസോൺ അഫിലിയേറ്റ് ID ആണ്. ഇതുപയോഗിച്ച് നമുക്ക് ഈ ലിങ്ക് നമ്മളുടെ വീഡിയോയുടെ താഴെ നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ, ഇത് ഉപയോഗിച്ച് ആരെങ്കിലും ആമസോണിൽ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ, ഫോർ എക്സാമ്പിൾ അവർ ക്ലിക്ക് ചെയ്ത് വരാൻ പോകുന്ന പ്രോഡക്റ്റ് ഇതും അവർ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റ് ഇതുമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ കമ്മീഷൻ നമുക്ക് ലഭിക്കും. ഈ പ്രോഡക്റ്റിലൂടെ വന്നാൽ പോലും ഈ പ്രോഡക്റ്റാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ കമ്മീഷൻ ലഭിക്കും. ഇനി അവർ ഈ പ്രോഡക്റ്റാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ കമ്മീഷൻ ലഭിക്കും. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ അവർ ആ പർച്ചേസ് നടത്തിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് ആമസോണിൻ്റെ ഒരു കുക്കീസ് പോളിസി. അതിന് പറയുന്ന പേര് കുക്കീസ് പോളിസി എന്നാണ്. അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമുകൾക്കും അതിൻ്റെതായ രീതിയിലുള്ള കുക്കീസ് പോളിസികളുണ്ട്. ആമസോൺ കൂടാതെയുള്ള ഒരുപാട് അഫിലിയേറ്റ് പ്രോഗ്രാമുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ഒക്കെ നിങ്ങൾക്ക് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഇപ്പം ഫൈവറിൻ്റെ അഫിലിയേറ്റ് അക്കൗണ്ടുകളുണ്ട്. ഫൈവർ ഉപയോഗിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ അഫിലിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫൈവറിൽ ആർക്കെങ്കിലും അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഫൈവറിൻ്റെ അഫിലിയേറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ. അപ്പോൾ അതിലേക്കുള്ള ലിങ്കും അതിലേക്കുള്ള പേജ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഫൈവർ ഉപയോഗിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഫിലിയേറ്റ്സ് നടത്താം. ഇപ്പോൾ ഫൈവർ എന്ന് പറഞ്ഞ സൈറ്റ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫൈവർ സൈറ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ ഫൈവറിൽ നിന്ന് വേണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരാളെ ഏൽപ്പിക്കാം. കണ്ടില്ലേ, ഫുൾ വെബ്സൈറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ഫൈവറിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ ഒരു അഫിലിയേറ്റ് ലിങ്ക് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഫൈവറിൻ്റെ സൈറ്റിൽ വന്ന് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മെത്തേഡാണ്. ഇതുപോലെ സർവീസുകളെ നമുക്ക് അഫിലിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ഇത് ഫൈവർ സൈറ്റിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസുകൾ വേണമെന്നുണ്ടെങ്കിൽ സർവീസുകൾ തന്നെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ അഫിലിയേറ്റ്, അതായത് നിങ്ങൾ ഈ പ്രോഡക്റ്റ് ആർക്കെങ്കിലും റെഫർ ചെയ്ത് കൊടുത്താൽ ഇവർക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മീഷൻ ലഭിക്കുന്ന ഒരു പ്രോസസ്സ്, അതാണ് ഫൈവറിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫൈവറിൽ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ഡിജിസ്റ്റോർ എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇതിനകത്ത് കുറേ ബുക്സ് ഒക്കെയാണ് ഇവർ കൂടുതലും സെല്ലിങ്ങിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പം അറൗണ്ട് ഒരു $13 ആണ് ഈ ഒരു പ്രോഡക്റ്റ്. അതിൽ 90% വിൽക്കുന്ന ആൾക്ക് കമ്മീഷൻ കിട്ടുമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കുക. അതായത് ഒരു 100 രൂപയുടെ പ്രോഡക്റ്റാണ് ഇതെങ്കിൽ അതിൽ 90 രൂപ നമുക്ക് കമ്മീഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. വിൽക്കുന്ന ആൾക്ക് കമ്മീഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. അറിയോ? അതായത് $17 ടോട്ടൽ പ്രോഡക്റ്റ്. അതിൽ $13 നമുക്ക് കമ്മീഷൻ കിട്ടും ആളുകൾ ഇത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെയും ഒരു ലിങ്ക് നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ലിങ്ക് നമ്മൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്ലാനിങ്ങിൽ വേണ്ടത്. ഇനി അതുപോലെ തന്നെ കുറേ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സൈറ്റുകൾ അല്ലെങ്കിൽ നെറ്റ്വർക്കുകളുണ്ട്. അതിലൊരു നെറ്റ്വർക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതെൻ്റെ ഒരു നെറ്റ്വർക്കാണിത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. റവന്യൂസ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷേ ഒരുപാട് പ്ലാറ്റ്ഫോമും അതിൻ്റെ കമ്മീഷൻ റേഷ്യോസും ഒക്കെ എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പല പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ അഫിലിയേറ്റ് ഇത് ഒരേ പ്ലാറ്റ്ഫോമിൽ പല പല കമ്പനികളുടെ അഫിലിയേറ്റ് അക്കൗണ്ടുകൾ നമുക്ക് അഫിലിയേറ്റ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അഫിലിയേറ്റ് നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത്. ഇനി ഇതുകൂടാതെ ഇൻഡിവിജ്വലി പ്ലാറ്റ്ഫോമുകളിൽ ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു സൈറ്റിൻ്റെ മാത്രം റവന്യൂ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നത് $1260 ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് അഫിലിയേറ്റ് കമ്മീഷൻ ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റവന്യൂ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇതൊന്നും കൂടാതെ നമുക്ക് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മളുടെ ലിങ്കുകളെ, അതായത് നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കുകളെ ഏതെങ്കിലും ഹാക്കേഴ്സിന് വന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ലിങ്ക് ക്ലോക്കിംഗ് എന്ന് പറയുന്ന കാര്യം. ലിങ്ക് ക്ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ പ്രറ്റി ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു സൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ പ്രറ്റി ലിങ്ക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ലിങ്കുകളെ, അഫിലിയേറ്റ് ലിങ്കുകളെ, അല്ലെങ്കിൽ അതിനൊരു സെൻട്രലൈസ്ഡ് ലിങ്ക് നൽകുക എന്നുള്ളതാണ്
ഈ പ്രട്ടി ലിങ്ക് പോലെയുള്ള സൈറ്റിൻ്റെ ഉദ്ദേശം. അതായത് നമ്മളുടെ കണ്ടന്റുകളിൽ നമുക്കൊരു സെൻട്രലൈസ്ഡ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതൊരു പെയ്ഡ് ടൂളാണ്. ഈ പെയ്ഡ് ടൂള് നമുക്ക് നമ്മുടെ വേഡ്പ്രസ് സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വേഡ്പ്രസ്സിൽ നമുക്കിത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്ലഗിനൊക്കെ കിട്ടും. ഇതിനൊരു വർഷത്തേക്ക് ഒക്കെ എത്ര രൂപയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ പ്രട്ടി ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങളുടെ ലിങ്കുകളെ ലിങ്ക് ക്ലോക്കിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലിങ്ക് ക്ലോക്കിംഗ് ഒക്കെ എന്താണെന്ന് പഠിക്കണം. അഫിലിയേറ്റ് നെറ്റ്വർക്കുകളിൽ അപ്രൂവൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഓരോ പ്ലാറ്റ്ഫോമും പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, അഫിലിയേറ്റ് പേ ഔട്ടുകൾ എപ്പോഴൊക്കെയാണ് നടക്കേണ്ടത്, അഫിലിയേറ്റിൻ്റെ കമ്മീഷൻ സ്ട്രക്ചറുകളിൽ നമ്മൾ എത്രത്തോളം കുക്കീസ് പോളിസി പ്രകാരം നമ്മൾ പാലിക്കണം, നമ്മളുടെ അക്കൗണ്ടിൻ്റെ ഈ റവന്യൂ നമുക്ക് കിട്ടാനായിട്ട് എത്ര നാൾ വെയിറ്റ് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ പഠിക്കാനുള്ളതാണ്. ഇതിൽ ഏത് അഫിലിയേറ്റ് ഏത് പ്ലാറ്റ്ഫോമുകളും നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ കുറച്ച് സജഷൻസ് നിങ്ങൾക്ക് കാണിച്ചതാണ് പല ടൈപ്പിലുള്ളത്. ഇതിൽ ഒന്നിൽ കൂടുതൽ സൈറ്റുകളിൽ ഈ കാണുന്നതെല്ലാം എൻ്റെ അഫിലിയേറ്റ് സൈറ്റുകളാണ്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഫിലിയേറ്റ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. പക്ഷേ പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി പഠിച്ചെടുക്കേണ്ടത്. അതായത് നമുക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് വഴിയോ ഒക്കെ നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അഫിലിയേറ്റ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമാണ് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ. അതിന് ഇവർ പറയുന്ന ക്രൈറ്റീരിയകൾ നമ്മൾ പാലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രൂവൽ കിട്ടും. പിന്നെ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളിത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരാൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മാത്രം കൊണ്ട് നമുക്ക് അക്കൗണ്ട് ഇതുകൊണ്ട് മാത്രം നമുക്ക് കമ്മീഷൻസ് ഒന്നും അധികം ഏൺ ചെയ്യാൻ പറ്റത്തില്ല. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നെറ്റ്വർക്കുകൾ എന്താണെന്നും ലിങ്ക് ക്ലോക്കിംഗ് ഒക്കെ എന്താണെന്നുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് അഫിലിയേറ്റ് നെറ്റ്വർക്കുകളിലൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സോഷ്യൽ മീഡിയ പ്രസൻസോ അല്ലെങ്കിൽ ട്രാഫിക് ഉള്ളൊരു വെബ്സൈറ്റോ ഒക്കെ വേണം. എങ്കിലേ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് കാണുന്നതെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. ഡിജിമാർക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നമുക്കപ്പോൾ വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ, സുബിൻ.